ഇടത് കോട്ടയെന്നറിയപ്പെടുന്ന ബാലുശ്ശേരി മണ്ഡലം നിലനിർത്താൻ രണ്ടാം അംഗത്തിനിറങ്ങുകയാണ് KM സച്ചിൻ ദേവ്. കാലങ്ങളായി കൈപിടിക്കാത്ത ബാലുശ്ശേരിയെ തിരികെ UDF പാളയത്തിലെത്തിക്കാനുള്ള ദൗത്യം കന്നിയംഗത്തിനിറങ്ങുന്ന KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജിനാണ്. യുവ ജനപ്രതിനിധികൾ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ യുവ വോട്ടർമാരുടെ തീരുമാനവും നിർണായകമാകും. ബാലുശ്ശേരി വടക്കൻ കേരളത്തിലെ നിർണായക രാഷ്ട്രീയ കേന്ദ്രങ്ങളിലൊന്ന്. യുവത്വത്തിന്റെ കരുത്തിൽ ഇടതുപക്ഷമുറപ്പിച്ച കോട്ട. പട്ടികജാതി വിഭാഗത്തിനായി സംവരണം ചെയ്യപ്പെട്ട മണ്ഡലം കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച കോട്ടയാണ്. മണ്ഡലം സംവരണമാകുന്നതിന് മുൻപ് കോൺഗ്രസും സോഷ്യലിസ്റ്റ് പാർട്ടികളും ബാലുശ്ശേരിയിൽ വിജയിച്ചിട്ടുണ്ട്. എന്നാൽ 2011 മണ്ഡലം പട്ടികജാതി സംവരണമായതോടെ ഇടതുപക്ഷം തങ്ങളുടെ സ്വാധീനം ശക്തമാക്കി. കോഴിക്കോട് ജില്ലയിൽ മറ്റ് മണ്ഡലങ്ങളെ അപേക്ഷിച്ച് LDF-ലും UDF-ലും യുവ സാന്നിധ്യങ്ങൾ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് ബാലുശ്ശേരി. സിറ്റിംഗ് MLA ആയ KM സച്ചിൻ ദേവിന് രണ്ടാം അംഗത്തിന് അവസരം നൽകി ചെങ്കോട്ട നിലനിർത്താനുള്ള തയ്യാറെടുപ്പിലാണ് LDF. KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജിനാണ് UDF-നായി മണ്ഡലം തിരികെ പിടിക്കാനുള്ള ദൗത്യം. മുൻകാലങ്ങളിൽ മണ്ഡലത്തിൽ കാര്യമായിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കാതിരുന്ന NDA ഇത്തവണ ജില്ലാ നേതൃത്വത്തിൽ നിന്നും CP സതീശനെയാണ് രംഗത്തിറക്കിയിരിക്കുന്നത്. ബാലുശ്ശേരിയിൽ സച്ചിൻ ദേവ് നടത്തിയ വികസന പ്രവർത്തനങ്ങളും സംസ്ഥാനത്ത് ആകമാനമുണ്ടായ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ചർച്ചയാക്കിയാണ് LDF പ്രചാരണം. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റെങ്കിലും രാഷ്ട്രീയ വോട്ടുകളിൽ മേൽക്കൈ ഇടതുപക്ഷത്തിന് തന്നെയാണ് എന്നാണ് ഇടതു ക്യാമ്പിന്റെ വിലയിരുത്തൽ. സാധാരണഗതിയിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി നടക്കുക. വ്യത്യസ്ത രാഷ്ട്രീയ നയങ്ങൾ തമ്മിലുള്ള സംവാദവും ആശയപരമായ ഏറ്റുമുട്ടലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. അപ്പോൾ സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളത് സംബന്ധിച്ച് ഞാൻ അങ്ങനെ പ്രത്യേകമായി കാണാറില്ല. ഏതായാലും മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ നയം, വികസന കാഴ്ചപ്പാട്, നടത്തിയ വികസന പ്രവർത്തനങ്ങൾ, കേരളത്തിൻ്റെ ഭാവി, മതനിരപേക്ഷ ജനാധിപത്യ മൂല്യങ്ങൾ, ഇത് എല്ലാം ചേർന്ന് നിൽക്കുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പ്രചരിപ്പിക്കുകയാണ്. പതിറ്റാണ്ടുകളായി കൈപിടിക്കാത്ത മണ്ഡലം തിരികെ പിടിക്കാൻ കോൺഗ്രസ് രംഗത്തിറക്കിയിരിക്കുന്നത് KSU കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VT സൂരജിനെയാണ്. KSUവിലൂടെ രാഷ്ട്രീയ രംഗത്തേക്ക് പ്രവേശിച്ച സൂരജിനെ ഇത്തവണ മത്സര രംഗത്തേക്ക് ഇറക്കുന്നതിലൂടെ യുവാക്കളുടെ വോട്ട് ഏകീകരിച്ച് മണ്ഡലത്തിൽ വിജയം കൈവരിക്കാനാകുമെന്നാണ് UDF പ്രതീക്ഷ. ബാലുശ്ശേരിയുടെ ഓരോ ഇടങ്ങളിലേക്ക് പോകുമ്പോഴും, സാധാരണ നാട്ടുമ്പുറത്ത് പോകുമ്പോഴും വല്ലാതെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ് ഈ നാട്ടിലെ മനുഷ്യർ. അതുകൊണ്ട് ബാലുശ്ശേരിയിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തീകരിക്കും. വോട്ട് വിഹിതം കുറവായ NDAക്ക് മണ്ഡലത്തിൽ സ്വാധീനം വളരെ കുറവാണ്. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 16,490 വോട്ടുകളാണ് NDAക്ക് നേടാനായത്. ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാനാണ് NDA ശ്രമം. ബാലുശ്ശേരിയിലെ ജനങ്ങളൊരു മാറ്റം ആഗ്രഹിക്കുന്നു. അതാണ് ഞങ്ങൾക്ക് ഈ യാത്രയിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ വികസനം ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള ആളുകൾ, ഇടതുപക്ഷത്തിൻ്റെ ആളുകൾ, ഈ നാട്ടിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾ അതൃപ്തരാണ്. അവർ ഇവിടുത്തെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളിലൊന്നും ഇടപെട്ടിട്ട് അതിനൊരു പരിഹാരം കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. മണ്ഡലത്തിലെ ബാലുശ്ശേരി, കൂരാച്ചുണ്ട്, കോട്ടൂർ, നടുവണ്ണൂർ എന്നീ പഞ്ചായത്തുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-നൊപ്പം നിന്നു. അതേസമയം അത്തോളി, പനങ്ങാട്, കായണ്ണ പഞ്ചായത്തുകൾ LDF-നെ കൈവിട്ടില്ല. ഇടതു കോട്ടയാണ് ബാലുശ്ശേരിയെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം LDF-ന് പിന്നോട്ടടിയായിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ബാലുശ്ശേരി മണ്ഡലത്തിൽ 69,225 വോട്ടുകളാണ് UDF നേടിയത്. LDF-ന് നേടാനായത് 68,028 വോട്ടുകളും. ഇതേ കാറ്റ് നിയമസഭയിലും ആഞ്ഞടിക്കുമെന്നാണ് UDF-ന്റെ പ്രതീക്ഷ. സർക്കാരിന്മേലുള്ള ഭരണവിരുദ്ധതയും കോൺഗ്രസ് പ്രചരണ ആയുധമാക്കും. 2001 മുതൽ UDF ഘടകകക്ഷികൾ മത്സരിക്കുന്ന ബാലുശ്ശേരി സീറ്റിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. 2021-ൽ 20,000-ന് മുകളിൽ ഭൂരിപക്ഷം നേടിയാണ് സച്ചിൻ ദേവ് വിജയിച്ചത്. സിനിമാ താരമായ ധർമ്മജനെ സ്ഥാനാർത്ഥിയാക്കിയെങ്കിലും പിടിച്ചു നിൽക്കാൻ കോൺഗ്രസിനായിരുന്നില്ല. യുവാക്കൾ ഏറ്റുമുട്ടുന്ന മണ്ഡലത്തിൽ യുവ വോട്ടർമാരുടെ മനസ്സും ഇത്തവണ നിർണായകമാകും.
ഷാഫിക്കൊപ്പം ബെൻസൺ ബാബു മങ്ങാട്, ന്യൂസ് മലയാളം, കോഴിക്കോട്.